നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം കായിക പരിശീലനത്തിനുള്ള വേദിയാകുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. H. സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും ഈ മാസം 24-ന് തൃശൂർ MIT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടിക്ക് സമാപനമായി. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ കരൂർ പായൽ കുളങ്ങരയിൽ അടിപാതയോ ഉയരപാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ കൂടിയായ അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ഭവന നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ രണ്ടാമതും ഇലക്ട് ചെയ്തപ്പം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ നിവേദനം കിട്ടുന്നത് വീടില്ലാത്ത അവസ്ഥയാണ്. ഒരു അനിശ്ചിതത്വം പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിൽക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുകളുടെ കോൺട്രിബ്യൂഷൻ, പിന്നെ അത് സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ, പഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡി കോൺട്രിബ്യൂഷൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. ഇതോട് കൂടുമ്പോഴാണ് പലയിടത്തും എന്താ സ്ഥിതി വെച്ചാൽ ഒരു ഗഡു കൊടുത്തു, പിന്നെ കൊടുത്തില്ല, പണി പാതി വഴിയിൽ നിൽക്കുകയാണ്. കോ ചെയർമാൻ കൊടിക്കുന്നിൽ സുരേഷ് MPയും യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ, കയർ, ഫിഷറീസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട അപേക്ഷകരുടെ വായ്പകൾ ബാങ്കുകൾ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിഷേധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് MP പറഞ്ഞു. സാധാരണക്കാരുടെ വായ്പകൾ മാനുഷിക പരിഗണനയോടെ സമീപിക്കണമെന്നും അതിനുവേണ്ട നിർദ്ദേശം ബാങ്കുകൾക്ക് ലീഡ് ബാങ്ക് മാനേജർമാർ നൽകണമെന്നും MP പറഞ്ഞു. സ്വകാര്യ ഷെഡ്യൂൾ ബാങ്കുകൾ അനാവശ്യ നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു എന്ന ആക്ഷേപം പരിശോധിക്കും. വിദ്യാഭ്യാസ വായ്പയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ തകിടം മറിക്കുന്ന തരത്തിൽ പദ്ധതിയുടെ പരിധിയിലില്ലാത്ത മാനദണ്ഡങ്ങൾ ബാങ്കുകൾ തന്നിഷ്ടപ്രകാരം ആവിഷ്കരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും MP ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണം. ജലജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ള കണക്ഷൻ പരമാവധി നൽകുന്നതിന് വാട്ടർ അതോറിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ, ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് പ്രോജക്ട് ഡയറക്ടർ ഫിലിപ്പ് ജോസഫ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം കായിക പരിശീലനത്തിനുള്ള വേദിയാകുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. H. സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം കായിക പരിശീലനത്തിനുള്ള വേദിയാകുന്നു. H. സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, സൈക്കിൾ പോളോ പരിശീലനങ്ങൾ നടത്താൻ പാകത്തിൽ മഡ് കോർട്ട്, ബാസ്കറ്റ് ബോൾ സിന്തറ്റിക് കോർട്ട്, വോളിബോൾ മഡ് കോർട്ട്, ഡ്രെയിനേജ് സൗകര്യം, ഫെൻസിംഗ് എന്നിവയോടെയാണ് സ്റ്റേഡിയം തയ്യാറാക്കുക. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. H. സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കളിക്കളം എന്ന ഒരു
സംസ്ഥാന സർക്കാരിൻ്റെ കായിക വകുപ്പിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, ഒരു പദ്ധതിയാണ്. അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ മാത്രമാണ് കഴിയുക. എല്ലാ പഞ്ചായത്തിലും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ആ പഞ്ചായത്ത് കളിക്കളത്തിലെ ആദ്യത്തെ കളിക്കളം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മോഡൽ സ്കൂളാണ്. ആദ്യമായി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ എല്ലാ നടപടിയും പൂർത്തീകരിച്ച് 1 കോടി രൂപയുടെ സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ നിശ്ചയമായിട്ടും കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് നമുക്ക് മറ്റ് പഞ്ചായത്തിലേക്ക് ഇത് നിശ്ചയമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യം, അത് കഴിഞ്ഞാലുള്ള സമയത്ത് ഈ പഞ്ചായത്തിലെ കായിക താരങ്ങൾ പരിശീലിക്കാനുള്ള സൗകര്യം, ഇത് രണ്ടും കൂടി ചേർത്താണ്, ആ ഒരു എഗ്രിമെന്റോട് കൂടിയാണ് പ്ലാൻ ഫണ്ട് ചെലവഴിക്കപ്പെടുന്ന, കായിക വകുപ്പ് ഫണ്ട് തരുന്ന അതിൻ്റെ ആ എഗ്രിമെന്റോട് കൂടിയാണ് കിഫ്ബിയുടെ സ്കീമിലും ഈ എഗ്രിമെന്റ് നൽകിക്കൊണ്ടാണ് നമ്മൾ അത്തരം പദ്ധതികൾ അതിനുവേണ്ടി പൈസ അനുവദിക്കപ്പെടുന്ന ആ നിലയിലാണ്. നിശ്ചയമായി നമുക്ക് ആ അർത്ഥത്തിൽ നമുക്കിത് പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ ഉള്ള സൗകര്യം വെച്ചിട്ടാണ് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത്. 3 വശത്തും സ്കൂൾ കെട്ടിടമാണ്. ആ നടുവിലെ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഗ്രൗണ്ട് ഉള്ളത്. ഉള്ള വീതിയും നീളവും ഉപയോഗപ്പെടുത്തി നമുക്ക് ആവശ്യമായൊരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ പോളോ പരിശീലിക്കുന്നു എന്നുള്ളതുകൊണ്ട് മഡ്കോട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഫുട്ബോള്, ക്രിക്കറ്റ്, സൈക്കിൾ പോളോ 3 നമുക്ക് പരിശീലിക്കാൻ മഡ്കോട്ടാകുമ്പോൾ കഴിയും. സൈക്കിൾ പോളോ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മറ്റു തരത്തിലേക്ക് കോർട്ടിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പി രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ ജയരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സിയാദ്, അംഗങ്ങളായ സുഷമ രാജീവ്, സി ശ്രീകുമാർ, എ അജീഷ്, പ്രധാനാധ്യാപിക വി ഫാൻസി, VHSC പ്രിൻസിപ്പൽ ഇൻചാർജ് മേരി ഷീബ, PTA പ്രസിഡന്റ് ശ്രീജ രതീഷ് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ H ഹനീഷ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും ഈ മാസം 24-ന് തൃശൂർ MIT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും ഈ മാസം 24-ന് തൃശൂർ MIT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ്റെ AITUCയുടെ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നാളെ 24-ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വെച്ച് നടക്കുകയാണ്. ക്യാമ്പ് രാവിലെ AITUCയുടെ സംസ്ഥാന സെക്രട്ടറി സഹ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശില്പശാല 24-ന് നടക്കുന്ന സംസ്ഥാന ക്യാമ്പ് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ശില്പശാല മുൻ കയർ സഹകരണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. കയർ തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP കമലാധരൻ മോഡറേറ്ററാകും. ഉച്ചയ്ക്ക് ശേഷം കയർ മേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ചർച്ചകളും നടക്കും. ജനറൽ സെക്രട്ടറി PV സത്യനേശൻ, സെക്രട്ടറി S പ്രകാശൻ, AITUC ജില്ലാ സെക്രട്ടറി DP മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടിക്ക് സമാപനമായി. H സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വന്നിരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് വാരാചരണ പരിപാടിക്ക് സമാപനമായി. ആന്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജലാശയങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിരോധശേഷി വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച AMR സമാപനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു വാരാചരണത്തിന്റെ ഒരു പ്രാധാന്യം അത് കേവലമായി നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിലേക്ക് മാത്രം പരിമിതപ്പെടേണ്ടതല്ല. നമ്മുടെ ഒരു പബ്ലിക്കിലേക്ക് നല്ലതുപോലെ ഇതിന്റെ വിവരങ്ങൾ പറയുക, എത്തിക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനമായി കണക്കാക്കണം. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം
അല്ലെ ശരിയായ നിലയ്ക്ക് അത് ഉപയോഗിക്കാതിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അധികമായി ഉപയോഗിക്കുന്ന പ്രയാസങ്ങൾ, ഇവിടെ സൂചിപ്പിച്ച പോലെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമില്ലാതെ സ്വയം ആന്റിബയോട്ടിക് ഉൾപ്പെടെ വാങ്ങി കഴിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എത്രമാത്രം ആരോഗ്യപരമായ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്കെല്ലാം നല്ല ബോധ്യമായിരിക്കും. ഇതിന്റെ ഒരു വിവരങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ആളുകൾ ഇത് ഉപയോഗിക്കുന്ന പബ്ലിക്കാണ്, സാധാരണ ജനങ്ങളാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇത് വരിക എന്നുള്ളത്. AMR സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, കൂട്ടനടത്തം, പോസ്റ്റർ പ്രകാശനം എന്നിവയും നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷയായി. മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ സുമൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്തു, RMO ഡോക്ടർ ആശ മോഹൻദാസ്, ലേ സെക്രട്ടറി T സാബു, നഴ്സിംഗ് സൂപ്രണ്ട് P ബേബി, PRO ബെന്നി, JHITS പീറ്റർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. ARMO ഡോക്ടർ പ്രിയദർശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ കരൂർ പായൽ കുളങ്ങരയിൽ അടിപാതയോ ഉയരപാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ കരൂർ പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നിൽപ്പ് സമരത്തെ തുടർന്ന് പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ 10,000 പേർ ഒപ്പിട്ട ഭീമ ഹർജി ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകി. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ നിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുരന്ത നിവാരണമായി ഇന്ത്യ ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ജില്ലകളിലൊന്ന് കടലോര ജില്ലയായ ആലപ്പുഴയാണ്. ആ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ തന്നെ ഇനിയും ഒരു സുനാമി പോലുള്ള ഒരു ദുരന്തമുണ്ടായാൽ ഇപ്പോഴുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തീർത്തിരിക്കുന്ന ബാരിക്കേഡുകൾ, മതിൽ പോലെ തീർത്തിട്ടുള്ള ബാരിക്കേഡുകൾ, ഈ 9.5 കിലോമീറ്ററിനുള്ളിൽ ശാസ്ത്രീയമായ രീതിയിൽ 2 അടിപ്പാതകൾ മാത്രമാണ്. മറ്റ് പഞ്ചായത്ത് പ്രദേശങ്ങളിലൊക്കെ തന്നെയും 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനുള്ളിൽ അടിപ്പാത വന്നപ്പോൾ ഈ പുറക്കാട് പഞ്ചായത്ത് കടലുമായി, ദേശീയപാതയും കടലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശത്ത് 2 അടിപ്പാത മാത്രമാണ് വരുന്നതെങ്കിൽ തീർച്ചയായും 9-10 വാർഡുകളിലുള്ള 9 വാർഡുകൾ 10 വാർഡുകൾ ഉള്ള കടൽ തീര പ്രദേശത്ത് ഈ ദുരന്തത്തിൽ, കടൽ ദുരന്തത്തിന്, സുനാമി പോലുള്ള ദുരന്തത്തിനിടയായ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകും. ഒരു ഒഴിപ്പിക്കലിന് അസാധ്യമായ തരത്തിലേക്ക്. ജനകീയ സമിതി കൺവീനർ MD മധു അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് G ഓമനക്കുട്ടൻ, K സജീവൻ, K ഉത്തമൻ, P ബാബു, G പ്രിയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം കായിക പരിശീലനത്തിനുള്ള വേദിയാകുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. H സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും ഈ മാസം 24-ന് തൃശൂർ MIT ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടിക്ക് സമാപനമായി. H സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ കരൂർ പായൽ കുളങ്ങരയിൽ അടിപാതയോ ഉയരപാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.